കഥ കുഞ്ഞീലുവിൻ്റെ ലോകം. ഓർമ്മകൾക്കെന്നും ഒരു പ്രത്യേക സുഗന്ധമാണ്. മഴ പെയ്തു തോർന്ന ഇടവഴികളിലെ നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധം. ഉമ്മറത്തെ ചാരു കസേരയിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളിൽ പലരും അറിയാതെയെങ്കിലും ആഗ്രഹിച്ചു പോകാറില്ലേ, വീണ്ടും ഒന്ന് ആ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയിരുന്നെങ്കിലെന്ന്. ഒരുപാട് സംശയങ്ങളും അതിലേറെ നിഷ്കളങ്കതയും നിറഞ്ഞിരുന്ന ആ പഴയ കാലം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഒരു കാലത്തേക്കാണ്. കുഞ്ഞീലു എന്നൊരു കൊച്ചു പെൺകുട്ടിയുടെ ലോകത്തേക്ക്. ഇത് അവളുടെ മാത്രം കഥയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുട്ടിക്കാലം കൂടിയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞീലുവിന് അന്ന് സ്കൂളുണ്ടായിരുന്നില്ല. ജനൽ ചില്ലകളിലൂടെ വരുന്ന വെള്ള വെളിച്ചമടിച്ച് പകൽ കണ്ണു തുറന്നാൽ അവൾക്ക് ഒരു കൂട്ടം ചിന്തകളാണ്. സ്കൂളില്ലാത്ത ദിവസം എണീറ്റ് കഴിഞ്ഞാൽ അവൾ നേരെ പോവുക അടുക്കളയിലേക്കാണ്. അവിടെ വിറകടുപ്പിൽ ഉമ്മ നീർദോശ ചുടുമ്പോഴുള്ള ആ ചീ എന്ന ശബ്ദം കേട്ട് ആ വാതിൽ പടിയിൽ അങ്ങനെ ഇരിക്കും അവൾ. വാഴക്കൂമ്പിൽ വന്നിരിക്കാറുള്ള പൂത്താങ്കിരിയുടെ കിന്നാരങ്ങളും തീറ്റ തേടി പോകുന്ന അമ്മക്കാക്കകളുടെ തിരക്കും കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്നിറക്കാൻ നോക്കുന്ന വല്യമ്മയുടെ പെടാപ്പാടുമൊക്കെ നിരീക്ഷിച്ച് വലിയൊരു പണ്ഡിതയെ പോലെ ഒരുപാട് നേരം അവിടെ തന്നെ ഇരിക്കും. കുഞ്ഞിലും എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് ഉമ്മ വഴക്കിടുമ്പോഴാണ് ആ കൊച്ചു മിടുക്കി ഓടിപ്പോയി പല്ല് പോലും തേക്കുന്നത്. അങ്ങനെ ഒരു അവധിക്കാലം വന്നു. കുഞ്ഞിലോ മുരിങ്ങാമരത്തിൽ വന്ന് പതുങ്ങിയിരുന്ന അട്ടയെ നോക്കി നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. സിമന്റ് ഇട്ട പൈപ്പിനോട് ചാരിയുള്ള തിണ്ണയുടെ ഓരം ചേർന്ന് ഉറുമ്പുകൾ അങ്ങനെ വരിവരിയായി പോകുന്നു. ആദ്യം അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. പിന്നെ അവളുടെ ആ കുഞ്ഞു മനസ്സിൽ വലിയൊരു കണ്ടുപിടുത്തം നടന്നു. വീട്ടിലുള്ള എല്ലാവരും ചില ദിവസങ്ങളിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കൂട്ടം ചേർന്ന് കല്യാണത്തിന് പോവാറുണ്ടല്ലോ, അതുപോലെ ഈ ഉറുമ്പുകളും അവരുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോവുകയായിരിക്കുമെന്ന് അവൾ ഉറപ്പുവരുത്തി. ചായ കുടിയൊക്കെ കഴിഞ്ഞ് മരത്തിന്റെ പലകയിലിരുന്ന് മീൻ നന്നാക്കുന്ന ഉമ്മയെ നോക്കി നിന്നപ്പോഴും ആ കല്യാണക്കാർ പിന്നെയും വരിവരിയായി പോകുന്നത് കുഞ്ഞിലു കണ്ടു. അവൾ ഉമ്മ കേൾക്കാതെ പതുക്കെ ഉറുമ്പുകളോടായി ചോദിച്ചു, ഞങ്ങൾക്കൊക്കെ ഇടക്കൊക്കെ കല്യാണം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് എന്നും കല്യാണം ഉണ്ടോ? തീരാത്ത സംശയം കൊണ്ട് കുഞ്ഞിലു ആ ഉറുമ്പ് കൂട്ടത്തിന് പിറകെ നടക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അവൾക്കൊരബദ്ധം പറ്റി. അവളുടെ വള്ളിച്ചെരുപ്പിന്റെ തുമ്പ് തട്ടി ഉറുമ്പുകളുടെ വരി ഒന്ന് തെറ്റി. വരി തെറ്റിയ ആ കൂട്ടത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അതിലൊരാൾ നേരെ കുഞ്ഞിലുവിന്റെ വെളുത്ത് തടിച്ചുരുണ്ട കാലിൽ കയറി ഒരൊറ്റ കടി. പെട്ടെന്ന് നൊന്തപ്പോ അവൾ കാല് കുടഞ്ഞു. അതോടെ അവൾ ആ കല്യാണക്കാരുടെ കൂടെ പോകുന്നത് പാടെ നിർത്തി. പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള 6ാം പീരീഡിൽ സയൻസ് ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നു. സംസാരിക്കുന്നതിനിടയിൽ ടീച്ചർ ഉറുമ്പുകൾ വരിവരിയായി പോകുന്നതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. ഉറുമ്പുകൾ ആഹാരം തേടി പോകുമ്പോൾ കൂട്ടം തെറ്റാതിരിക്കാൻ ഒരു പ്രത്യേക ഗന്ധം പുറപ്പെടുവിച്ചാണ്. ടീച്ചർ പറഞ്ഞപ്പോഴാണ് അവർ അന്ന് പോയത് കല്യാണത്തിനല്ലായിരുന്നു, ഭക്ഷണം അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു അതെന്ന് അവൾക്ക് മനസ്സിലായത്. കുഞ്ഞീലുവിനു മാത്രമല്ല, കുട്ടിക്കാലത്ത് നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുള്ള ചില പേടികളുണ്ട്. അന്ന് വേനൽക്കാലമായിരുന്നു. ഉമ്മ മുറിച്ചു കൊടുത്ത ചുവന്നു തുടുത്ത തണ്ണിമത്തൻ കഴിക്കാനുള്ള തിരക്കിലായിരുന്നു അവൾ. അതിലെ കറുകറുത്ത കുരുകൾ തുപ്പിക്കളയാൻ അവൾക്ക് വലിയ മടിയായിരുന്നു. ഇതു കണ്ട മൂത്ത ഇളയമ്മയുടെ മകൻ റഫീഖിക്ക അവളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു, കുഞ്ഞിലു, ഈ കുരു ഇങ്ങനെ വിഴുങ്ങിയാൽ നിന്റെ വയറ്റിൽ അത് വലിയ മരമായി വളരും. കുറച്ചു ദിവസം കഴിയുമ്പോൾ നിന്റെ മൂക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെ കൊമ്പുകൾ പുറത്തേക്ക് വരും. അതു കേട്ടതും അവളുടെ തൊണ്ടയിൽ ഒരു കുരു കുടുങ്ങി. അറിയാതെ അവൾ അതൊന്ന് വിഴുങ്ങുകയും ചെയ്തു. അന്ന് വൈകുന്നേരം മുഴുവൻ കുഞ്ഞിലു വലിയ സങ്കടത്തിലായിരുന്നു. വെള്ളം കുടിച്ചാൽ വയറ്റിലെ മരം പെട്ടെന്ന് വളർന്നാലോ എന്നു ഭയന്ന് അവൾ ഉമ്മ കൊടുത്ത ചായ പോലും കുടിച്ചില്ല. വെയിൽ കിട്ടിയാൽ ചെടികൾ പെട്ടെന്ന് വളരുമെന്നറിയാവുന്നത് കൊണ്ട് വെളിച്ചം വരാത്ത വീടിന്റെ മൂലയിലാണ് അവൾ പോയിരുന്നത്. രാത്രിയായപ്പോൾ പേടിയും സങ്കടവും സഹിക്കാൻ വയ്യാതെ അവൾ ഉമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു.
കാര്യം മനസ്സിലായപ്പോൾ ചിരിയടക്കാൻ പാടുപെട്ട് ഉമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ പൊന്നു കുഞ്ഞിലു, വയറ്റിൽ മണ്ണില്ലല്ലോ മരം വളരാൻ. ആ കുരു ഒന്നും അവിടെ കിടക്കില്ല മോളെ. നാളെ രാവിലെ നീ ബാത്റൂമിൽ പോകുമ്പോ അത് പൊയ്ക്കോളും. മൂക്കിലൂടെ കൊമ്പൊന്നും വരില്ലട്ടോ. അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. പിറ്റേന്ന് രാവിലെ കണ്ണാടിയിൽ നോക്കി മൂക്കിലൂടെയോ ചെവിയിലൂടെയോ കൊമ്പൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ആകാശത്ത് അമ്പിളിമാമൻ തെളിഞ്ഞൊരു രാത്രി. നല്ല വെളിച്ചമുള്ള ഒരു പൗർണമി രാത്രി. മൂത്താപ്പയുടെ വീട്ടിൽ പോയി ഉപ്പയുടെ കൈ പിടിച്ച് ഇടവഴിയിലൂടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞിലു. മുകളിലേക്ക് നോക്കിയപ്പോ ആകാശത്തിൽ വട്ടത്തിൽ ചിരിച്ചു നിൽക്കുന്ന അമ്പിളിമാമനെ അവൾ കണ്ടു. അവൾ നടക്കുമ്പോ അമ്പിളിമാമനും അവളുടെ കൂടെ നടക്കുന്നു. അവൾ നിന്നാൽ അമ്പിളിമാമനും നിൽക്കുന്നു. ആകാശത്തുള്ള ഇത്രയും വലിയ അമ്പിളിമാമൻ തന്റെ മാത്രം സ്വന്തം ആളാണെന്നും തനിക്ക് കൂട്ടുവരാൻ ഇറങ്ങി വന്നതാണെന്നും അവൾ വിശ്വസിച്ചു. പിറ്റേന്ന് സ്കൂളിൽ പോയപ്പോ കൂട്ടുകാരി സുമിയോട് അവൾ വലിയ ഗമയിൽ ഇത് പറഞ്ഞു. പക്ഷേ അമ്പിളിമാമൻ തന്റെ കൂടെയാണ് ഇന്നലെ രാത്രി വന്നതെന്ന് പറഞ്ഞ് സുമി തർക്കിച്ചു. അവസാനം അത് വലിയ വഴക്കായി. പിന്നെ സയൻസ് ടീച്ചറാണ് അവരെ സമാധാനിപ്പിച്ചത്. മക്കളെ, അമ്പിളിമാമൻ ആരുടെയും കൂടെ നടക്കുന്നതല്ല. നമ്മൾ നടക്കുമ്പോഴോ വണ്ടിയിൽ പോകുമ്പോഴോ വളരെ ദൂരെയുള്ള വസ്തുക്കൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നതായി തോന്നുന്നതാണ് എന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തു. അമ്പിളിമാമൻ തന്റെ മാത്രം സ്വന്തമായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞെങ്കിലും പുതിയൊരു കാര്യം പഠിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അവൾ. ഇതൊക്കെ ഒരു പക്ഷേ ചെറിയ തമാശകളായി തോന്നാം. എന്നാൽ കുഞ്ഞീലുവിന്റെ നിഷ്കളങ്കത ഏറ്റവും കൂടുതൽ നമ്മൾ തൊട്ടറിയുന്നത് മറ്റൊരു ദിവസമാണ്. മദ്രസയിലെ ബെഞ്ചിലിരുന്ന് ഉസ്താദ് പറയുന്നത് കേട്ടപ്പോ കുഞ്ഞീലുവിന്റെ കണ്ണ് അത്ഭുതം കൊണ്ട് വിടർന്നു. മക്കളെ, ഉമ്മയുടെ കാലടിയിലാണ് സ്വർഗം. ഉസ്താദ് വാചാലനായി. സ്വർഗം എന്ന് കേട്ടപ്പോ തന്നെ അവളുടെ മനസ്സിൽ ആപ്പിളും മുന്തിരിയും വിളഞ്ഞു നിൽക്കുന്ന വലിയൊരു ലോകം തെളിഞ്ഞു. മദ്രസ വിട്ടതും അവൾ ഒറ്റ ഓട്ടമായിരുന്നു വീട്ടിലേക്ക്. ഉമ്മ അപ്പോൾ അടുക്കളക്കോലായിൽ ഇരുന്ന് തേങ്ങ ചിരവുകയായിരുന്നു. കുഞ്ഞിലു വേഗം ചെന്ന് ഉമ്മയെ പിടിച്ച് പഴയൊരു മരക്കസേരയിലിരുത്തി. എന്നിട്ട് ഉമ്മയുടെ വലത്തെ കാലെടുത്ത് തന്റെ ചെറിയ മടിയിൽ വെച്ചു. ആ പാദങ്ങളുടെ അടിയിൽ പതുക്കെ വിരലുകൾ കൊണ്ട് അവൾ മാന്തി നോക്കാൻ തുടങ്ങി. സ്വർഗത്തിലേക്കുള്ള വാതിൽ എവിടെയോ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും മാന്തിയാൽ സ്വർഗം കാണാമെന്നും അവൾക്ക് ഉറപ്പായിരുന്നു. കുഞ്ഞീലു മാന്തുന്നത് കണ്ട് ഇക്കിളിയായി ഉമ്മ ചിരിക്കാൻ തുടങ്ങി. ഒരുപാട് നേരം തിരഞ്ഞിട്ടും സ്വർഗം മാത്രം കണ്ടെത്താനായില്ല. ഉമ്മയുടെ കാലിലെ വിണ്ടുകീറിയ ഉപ്പൂറ്റിയും കുറച്ച് മണ്ണും മാത്രമാണ് അവൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. സ്വർഗം കാണാത്ത സങ്കടത്തിൽ അവൾ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ട് ഉമ്മ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, എന്റെ കുഞ്ഞിലോ, ഈ ഉപ്പൂറ്റിയിലല്ല സ്വർഗം. മക്കൾ വലുതാവുമ്പോ ഉമ്മയെയും ഉപ്പയെയും പൊന്നുപോലെ നോക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലുമാണ് പടച്ചവൻ സ്വർഗം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോ അവൾക്ക് സ്വർഗം കിട്ടിയതുപോലെ തോന്നി. അതെ, ആ വിണ്ടുകീറിയ ഉപ്പൂറ്റികളിൽ തന്നെയാണ് ഇന്നും നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വർഗം ഇരിക്കുന്നത്. നമ്മൾ എത്ര വലുതായാലും ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും കുട്ടിക്കാലത്തെ ആ ചെറിയ സന്തോഷങ്ങളും അബദ്ധങ്ങളും നമ്മളെ എപ്പോഴും തിരികെ വിളിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞീലുവിന്റെ ഈ കഥ കേട്ടപ്പോ നിങ്ങളുടെ മനസ്സിലും ഓടിയെത്തിയ ഒരു കുട്ടിക്കാലം ഉണ്ടാകില്ലേ? അന്ന് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഇതുപോലെ രസകരമായ അബദ്ധങ്ങളോ സംശയങ്ങളോ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മറ്റൊരു മനോഹര അനുഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us by മുഹഷിറ.